ചെറുതായിട്ടൊന്ന് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുമ്പത്തെ ലോകേഷിന്റെ ഇന്റർവൽ ബ്ലോക്ക് പോലെ ഒന്നും അത്ര ലെവൽ വന്നിട്ടില്ല. എന്നാലും വലിയ ഒരു ഏപ്പടം എന്ന് പറയാനൊന്നുമില്ല. വിക്രമിന്റെ ഒന്നും ഒരു എഫക്ട് കിട്ടില്ല, ലിയോയുടെ ഒന്നൊരു ഇന്റർവെല്ലില് പഞ്ചൊന്നും എനിക്ക് കിട്ടിയില്ല. പേട്ടയിൽ എത്ര വന്നിട്ടില്ല. ഹേ സിനിഫേൽസ്, വെൽക്കം ബാക്ക്. നായകന്റെ മുഖം നോക്കാതെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ സിനിമയുടെ ഡയറക്ടറുടെ പേര് ലോകേഷ് കനകരാജ് എന്നായിരിക്കണം. ദ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ സിനിമ, ദ ബ്രാൻഡ് ലോക്കി, കൂടെ ദ പവർ ഹൗസ് ഓഫ് ഇന്ത്യൻ സിനിമ, ദ OG സൂപ്പർ സ്റ്റാർ ഓഫ് ഓൾ ടൈം തലൈവർ, പിന്നെ അനിരുദ്ധ് BGM. അപ്പോൾ ഒരു സിനിമാ പ്രേമിക്ക് കൂലിക്ക് കാത്തിരിക്കാനും ടിക്കറ്റ് എടുക്കാനും ഒക്കെ ഇതിൽ കൂടുതൽ വേറെ ഒരു കാരണവും വേണ്ട. ദ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് 2025 കൂലി ഈസ് ഹിയർ. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ കൂലിക്ക് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഹൈപ്പൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. നേരെ കൂലി ഫസ്റ്റ് ഹാഫ് റിവ്യൂ. വിചാരിച്ചത്ര ഹൈപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. മറ്റേ നാഗാർജുനെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് വിക്രമിന്റെ ഒന്നൊരു എഫക്ട് കിട്ടില്ല, ലിയോയുടെ ഒന്നൊരു ഇന്റർവെല്ലില് പഞ്ചൊന്നും എനിക്ക് കിട്ടിയില്ല. ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ പടം മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റൈല് തന്നെ. അതായത് വിക്രമും പവർ ഹൗസ് സംഭവം കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. ഒരു 50% കിട്ടി. ഇനി സെക്കൻഡ് ഹാഫിൽ നമുക്ക് നോക്കണം എത്ര. തലവരെക്കാട്ടിൽ വേറെ ആർക്കെങ്കിലും ഓവർ സ്കോർ ചെയ്തു? അതിനേക്കാൾ ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നാഗാർജുന. തലവർ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എന്തൊക്കെയോ ഒരു ഫാൾട്ട് പോലെ എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. പക്ഷെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു പഞ്ച് കിട്ടിയില്ല. ആ ഒരു ഇന്റർവെല്ലൊക്കെ പഞ്ച് നമുക്കുണ്ടല്ലോ, ഒരു ലിയോയുടെയും മറ്റേ വിക്രമിന്റെ ഒക്കെ ഒരു പഞ്ച്, ആ ഒരു എഫക്ട് കിട്ടിയില്ല. പക്ഷെ ഒരു 50-60% ഓക്കെ. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് നോക്കണം. ഒരു പ്രതീക്ഷ, ഒരു ഹൈപ്പ് മാസ് വെച്ച് നോക്കിയിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് അത്ര വന്നില്ലെന്നാണോ? പേട്ടയിൽ എത്ര വന്നിട്ടില്ല. ഈ ഇടയ്ക്ക് കണ്ടതിൽ പേട്ട തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാർത്തിക് ശിവരാജിന്റെ വർക്കിന് ഇതുവരെ മറികടന്നിട്ടില്ല ലോകേഷ് എന്ന് തോന്നുന്നു ഇതുവരെ കണ്ടിട്ട്. ആ ഒരു എ റേറ്റഡ് സർട്ടിഫിക്കറ്റിന്റെ സംഭവമൊക്കെ ഫസ്റ്റ് ഹാഫിൽ കാണുന്നുണ്ടോ? അത്രയ്ക്കില്ല, എന്നാലും ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. ഇതുവരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്ഥിരം ലോകേഷ് ടൈറ്റിൽ നിന്ന് മാറ്റമുണ്ട്, ടെംപ്ലേറ്റിൽ നിന്ന് അല്ല, സ്ഥിരം ലോകേഷ് ഇത് തന്നെയാണ്. കാത്തിരുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലോകേഷിന്റെ ബ്രാൻഡാണ് ഈ പടത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ രജനി സാറിന്റെ ആ ഒരു ഇന്ദു. പക്ഷെ എന്തോ ചിലടത്ത് എന്തോ മിസ്സിംഗ് പോലെ ഫീൽ ചെയ്തു പടത്തിന്റെ അകത്ത്. ബാക്കിയെല്ലാം നല്ല നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണോ? ആ രീതിക്ക് തന്നെ സ്റ്റോറി പോകുന്നതും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. പക്ഷെ ചിലടത്ത് എന്തോ ഒരു ഇന്റർവെൽ പഞ്ച് എനിക്ക് വലിയ ഫീൽ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു ഫീൽ വന്നത്. ഇതുവരെയുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഒരു മാസ് എലിവേഷൻ പോലെ നമ്മൾ ലോകേഷ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ പാക്കേജിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറി അങ്ങ് മാസ് അപ്പീലാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ചെറുതായിട്ടൊന്ന് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുമ്പത്തെ ലോകേഷിന്റെ ഇന്റർവൽ ബ്ലോക്ക് പോലെ ഒന്നും അത്ര ലെവൽ വന്നിട്ടില്ല. എന്നാലും രജനി സാറിന്റെ പ്രസൻസും ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. പിന്നെ സൗബിൻ മലയാളത്തിൽ നിന്ന് വന്നിട്ട് ഇത്രയും തകർക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരൻ്റെ കയ്യിലായിരിക്കും എന്നാണ് തോന്നുന്നത്. നാഗാർജുന സാർ നോർമലി പുള്ളിക്കാരൻ കുറച്ച് ഡൗൺ ആയിരുന്നു, ഇപ്പം ആ ക്യാരക്ടറിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് അറിയത്തില്ല, ഇനി കുറേ സസ്പെൻസ് ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലായിരിക്കും. അത് ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ട്. ഇതുവരെ ലോകേഷിന്റെ ഇന്റർവൽ ബ്ലോക്ക് ഒന്നും അങ്ങനെ അല്ല. അതിലെന്തോ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ വേറെ എന്തോ ഒരു വലിയ ട്രീറ്റ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും കത്തിക്കും, അത് ഉറപ്പാണ്. വിസിൽ പറക്ക എപ്പോഴുണ്ടായിരുന്നു അത്ര കണക്ട് ആവണില്ല ബ്രോ. കാര്യം നമ്മൾ എന്താ പറയാ, വിക്രം സിനിമ പോലെ ഒരു കണക്റ്റിങ് ആവുന്നില്ല. എത്രയൊക്കെ മാസ് കാണിച്ചിട്ടും ശരിയാവണില്ല. ചിലപ്പോൾ 74 വയസ്സായതിൻ്റെതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട് രജനി സാറിൻ്റെത്. പക്ഷെ ഇതിലിപ്പോൾ സൗബിൻ എന്ന് പറയുമ്പോൾ സൗബിൻ്റെ ഭയങ്കര മാസ്, ഭയങ്കര സെറ്റ് എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ വിനായകൻ്റെ അത്ര സെറ്റായിട്ട് വന്നിട്ടില്ല. അല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം. വിനായകൻ്റെ അത്ര കണക്റ്റായിട്ട് വന്നിട്ടില്ല. കണക്റ്റായിട്ട് വന്നെങ്കിൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒരു മാസ് സാധനം 30 വർഷമായിരുന്നു അയാൾ വെള്ളാടി നിർത്തിയിട്ട്. ഇപ്പം വീണ്ടും പവർ എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങി, ബ്രാൻഡിയാണ്. അതെടുത്ത് അടിച്ച്, പക്ഷെ അത് കണക്ട് ആയില്ല, വലുതായിട്ട് കണക്ട് ആയില്ല. ലോകേഷ് വേണ്ട രീതിയിലൊക്കെ കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് അത്രത്തോളം കണക്ട് ആയിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പതിഞ്ഞ താളത്തിലാണ് കഥ പോകുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലാഷ് ബാക്കും എല്ലാം കൂടെ പ്രസൻറ്റും കാര്യങ്ങളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ചേർത്തിട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല, കുറെ കാര്യങ്ങൾ എനിക്കെന്തോ കണക്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും എല്ലാം കൂടെ. അതിപ്പോ നമ്മളിപ്പം വിചാരിക്കും ഇതിപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവണല്ലോ. അല്ലെങ്കിൽ എന്തിനു പിന്നെ ഇങ്ങനെ ഇതിൽ അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ല. നമുക്കിപ്പോ മാർക്കോ അല്ലെങ്കിൽ അതുപോലെ ഒന്ന് കമ്പയർ ചെയ്യും. ഇതൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഏത് സിനിമയിലും കാണിക്കുന്ന കാര്യങ്ങളെ ഫസ്റ്റ് ഹാഫിൽ കണ്ടുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ
കുഴപ്പമില്ല. സൗബിന് നല്ല രീതിയിലുള്ള ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒരു സോങ് പ്ലേസ്മെന്റും അതെല്ലാം കറക്റ്റാണ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഇൻട്രോ? നല്ല രസമുണ്ട്. ഇൻട്രോ ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതിനെക്കാട്ടി ഹൈപ്പ് ഈ പടത്തിന് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് ഹാഫും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പടം എക്സ്ട്രീമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ലോകേഷിനെ അതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഫസ്റ്റ് ഹാഫിൽ വയലൻസ് ഉണ്ടോ? പറഞ്ഞ വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വയലൻസ് ഇല്ല. എന്നാലും രജനീകാന്തിൻ്റെ മാസ് അവനെ കൊണ്ട് എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും ലോകേഷ് അതിൽ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രീമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ ഏകദേശം പടം ഫുള്ള് കംപ്ലീറ്റ് കണ്ട പോലെ തന്നെ. ബാക്കി ഹാഫിന് കൂടെ വെയിറ്റ് ചെയ്യാം. ടൈറ്റിൽ കാർഡ് ഫസ്റ്റ് ഹാഫ് വലിയ ഒരു എന്താ പറയുക ഒരു ഹൈ മൊമെന്റ് ഒന്നും ഇല്ല. സെക്കൻഡ് ഹാഫിൽ നല്ലതായിരിക്കും. ട്രെയിലറിൽ ഫസ്റ്റ് ഹാഫ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു വയലൻസ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. വയലൻസും അങ്ങനെ പക്ക ഒരു ആക്ഷൻ പരിപാടി അങ്ങനെയൊന്നുമില്ല. വയലൻസ് ഒക്കെ ഉണ്ട്, എന്നാലും വലിയ ഒരു ഏപ്പടം എന്ന് പറയാനൊന്നുമില്ല. നോർമലി സംഭവമുള്ളൂ. KGF ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അങ്ങനെ തലവരുടെ ഇതൊരു ഇൻട്രോയും ആ പഞ്ച് പരിപാടിയൊക്കെ അടിപൊളിയാണ്. പുള്ളിയെ ഫസ്റ്റ് കാണിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത്. ലോകേഷ് പറഞ്ഞത് ഇതുവരെ കാണാത്തൊരു ഇന്റർവൽ പഞ്ചൊക്കെ എന്നാണ് പരിപാടി ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ട് വരുന്നത് തന്നെയാണ്. സെക്കൻഡ് ഹാഫ്